നല്ല വൃത്തിയുള്ള അടുക്കള എന്താണ് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണല്ലേ. എന്നാൽ നമ്മുടെ വീട്ടിൽ വേഗത്തിൽ വൃത്തികേടാവുന്ന ഒരു സ്ഥലവും അടുക്കള തന്നെയാണ്. അപ്പോൾ അടുക്കള എപ്പോഴും വൃത്തിയായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ചെറിയ ശീലങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നിങ്ങൾ ദിവസവും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ നിങ്ങൾ കുക്കിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യുക, പാത്രങ്ങൾ കഴുകി വെക്കുക. പലർക്കും ഉള്ള ഒരിതാണ് പിന്നത്തേക്ക് മാറ്റി വയ്ക്കൽ. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ തന്നെ പാത്രങ്ങൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ തന്നെ അടുക്കള നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. പിന്നത്തേക്ക് വെക്കുമ്പോൾ ഈച്ചയും ഇതൊക്കെ വന്നിട്ട് അടുക്കള ആകെ വൃത്തികേടായി കിടക്കും. 2, സ്റ്റവും പ്ലേറ്റും കിച്ചൺ സ്ലാബും ഒക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കാം. അതുപോലെ ഉപയോഗിച്ച വസ്തുക്കൾ, അതായത് കുക്കിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണോ എടുത്തിട്ടുള്ള പൊടികളും അതും പാത്രങ്ങളും ഒക്കെ കൃത്യമായിട്ട് എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ വെക്കുക. പലർക്കുള്ള കാര്യമാണ് എടുത്ത സ്ഥലത്ത് വെക്കാണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യാം. അടുത്തത്, വേസ്റ്റുകൾ അപ്പം തന്നെ ഡസ്റ്റ്ബിന്നിൽ ഇടുക. അവിടെ ഇവിടെ ഇട്ടിട്ട് വൃത്തികേടാക്കാണ്ടിരിക്കാം. അടുത്തത്, ഇനി ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിലൊന്നാമത് ഫ്രിഡ്ജ് ക്ലീനിങ് ആണ്. ഫ്രിഡ്ജിൻ്റെ പുറവും അകവും നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഫ്രിഡ്ജിനുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക. അതുപോലെ കേടായ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് മുന്നേ എടുത്തു വെച്ച എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടതാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. പിന്നെ സ്റ്റൗ, ബേർണർ, ചിമ്മിനി ഇതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കാം. സ്റ്റൗ നമ്മൾ ദിവസവും തുടച്ച് വൃത്തിയാക്കുമെങ്കിലും ബേർണറൊന്നും നമ്മൾ കൃത്യമായിട്ട് തുടച്ച് വൃത്തിയാക്കാറില്ല. അപ്പോൾ അത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യാം. അതുപോലെ ചിമ്മിനിയും നന്നായിട്ട് വൃത്തിയാക്കുക തുടച്ചിട്ട്. പിന്നെ റാക്കുകളും അലമാരകളൊക്കെ തുടച്ച് വൃത്തിയാക്കുക. അതൊക്കെ എന്താണ് പൊടി പിടിച്ചിട്ടുണ്ടാവും, അഴുക്ക് ആയിട്ടുണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക. പിന്നെ ഉള്ളത് മസാല ബോട്ടിലുകൾ വൃത്തിയാക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് അങ്ങനെ പലതും ഇട്ട് വെച്ചിട്ടുള്ള ബോട്ടിലുകൾ ഉണ്ടാവുമല്ലോ, അത് ഏതെങ്കിലും കാലിയായതുണ്ടെങ്കിൽ അതൊക്കെ കഴുകി ഉണക്കി തുടച്ച് വൃത്തിയാക്കി എടുത്ത് വെക്കുക. കേടായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഉറപ്പ് വരുത്തുക. പിന്നെ ഒന്ന്, ഡസ്റ്റ്ബിന്ന് നന്നായിട്ട് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ഒരു മാസത്തിലൊരിക്കൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ സ്റ്റോർ റൂം, അലമാരയിലുള്ള സാധനങ്ങൾ ഇതൊക്കെ പരിശോധിച്ചിട്ട് വേണ്ടാത്ത സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. വാട്ടർ ഫിൽറ്റർ, ചിമ്മിനി ഫിൽറ്റർ എന്നിവയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക. അടുക്കളയിലെ ജാലകവും ഗ്രില്ലും ഒക്കെ മാറാലയൊക്കെ തുടച്ച് നല്ലൊരു തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി വെക്കുക. പിന്നെ നിങ്ങൾ പാത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് എല്ലാ പാത്രങ്ങളും എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത് വെക്കുക. ഇനി ഇതിൽ പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമാണ് കിച്ചൺ ഫ്ലോർ ക്ലീനിങ്. കിച്ചൺ ഫ്ലോറ് ഡെയിലി അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി വെക്കുന്നത്. കാരണം എപ്പോഴും കിച്ചൺ ഫ്ലോർ എപ്പോഴും എന്താണ്, വൃത്തികേടായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യാം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ എന്താണ്, നമ്മുടെ കിച്ചൺ അടിപൊളിയായിരിക്കും കാണാൻ തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.